അപ്പോൾ ഗൈസ് നമ്മൾ മുക്കുറ്റി പൂ പറിക്കാൻ പോവുകയാണ്. മുക്കുറ്റി പൂവിനെ കൊണ്ട് എന്താ ഉണ്ടാക്കുന്നത്? ഇതുകൊണ്ട് കുറി തൊടാൻ വേണ്ടി, മുക്കുറ്റി കൊണ്ട് കുറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ ഇതുവരെ എല്ലാവരും കണ്ടിരിക്കുന്നത് കയ്യിലിങ്ങനെ ഉരച്ചിട്ട് പരട്ടുന്നതായിട്ടാണ്. അതല്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അത് ഞാനിപ്പം അങ്ങനെ കണ്ടില്ല, എല്ലാവരും ഇങ്ങനെ പരട്ടുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഞങ്ങളതിനു വേണ്ടി മുക്കുറ്റി പറിക്കുകയാണ്. നമ്മളിത് വിറകടുപ്പിലാണ് നമ്മളിത് ചെയ്യാൻ പോണത്. ഇതിന് കുറേ പ്രത്യേകത ഉണ്ട് ഈ മുക്കുറ്റി പൂവിനല്ലേ. ഇതിപ്പോൾ ഒരു ചട്ടിയിലാക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അടുപ്പിനെക്കാട്ടും ചെറിയ ചട്ടിയായിപ്പോയി. അപ്പോൾ അതിന് നമ്മുടെ ഒരു ഭാര്യയുടെ ഓപ്ഷൻ കണ്ടു. പിന്നെ ഗ്യാസിൻ്റെ ഇതെടുത്തിട്ട് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോണത് വളരെ നാടൻ രീതിയിൽ വിറകടുപ്പിലാണിത് വെക്കാൻ പോണത്. നല്ല പുകയുണ്ട്, അടുത്തങ്ങനെ നിൽക്കാൻ പറ്റണില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ റിസ്ക് എടുക്കാനും തയ്യാറാണ്. മുക്കുറ്റിക്കുറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പോൾ അതിലൊന്നും ആരും ഇങ്ങനൊരു വീഡിയോ ഇട്ടതായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലൊക്കെ അച്ചമ്മ ചെയ്ത് വെക്കുന്നൊരു സാധനമായിരുന്നു. കാരണം കുറിയായിട്ട് ഇത് ഞാൻ അരച്ചു തൊടുന്നതൊക്കെ വീഡിയോസിൽ ഒരുപാട് കണ്ടു, പക്ഷെ ഇത് ഉണ്ടാക്കി വെക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് എടുത്തിടാന്ന് വിചാരിച്ചു. അങ്ങനെ ചിലപ്പോൾ ഇതാണ് മുക്കുറ്റി പറിച്ചു വെച്ചത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ കഴുകി ഉണക്കി വെച്ചതാട്ടോ. പിന്നെ ഇത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ടാൽ മതി, അപ്പോൾ ഉണങ്ങിക്കിട്ടും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്താ ഇവർ പറയണേന്ന്. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വിളക്കിൽ നമ്മൾ കൈ ഇങ്ങനെ തൊട്ടിട്ട് നെറ്റിക്ക് തൊടണില്ല, ഒരു കറുത്ത കുറി. ആ ഒരു പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഈ കറുത്ത കുറി ഉണ്ടാക്കുന്നത് ഈ മുക്കുറ്റിപ്പൂ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോണത്. കർക്കിടക മാസത്തിൽ തൊടുന്നത് ഭയങ്കര ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കർക്കിടക മാസം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു മാസമാണ്. കാരണം മഴ കൂടുതലുള്ളൊരു മാസമായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെറ്റിയിൽ തൊടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദന, ജലദോഷം ഇതൊക്കെ വരുന്ന ഇത് കുറയ്ക്കും. കാരണം ഇത് അത്രയും ഔഷധമുള്ളൊരു സാധനമാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ അച്ഛമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്. അപ്പം ഞാനിത് വൈഫിനോട് കുറേ ദിവസമായി പറയണം നമുക്കിതൊന്ന് ഉണ്ടാക്കണം എന്നുള്ള കാര്യം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഈ കറുത്ത കുറി നെറ്റിയിൽ തൊടുന്നത് ചന്ദനം പോലെ തന്നെ മുക്കുറ്റിക്കുറി ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വൈഫിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ ചെടി കുറേ ഉണ്ട്, അപ്പോൾ അത് പറിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. വീട്ടിൻ്റെ അടുത്തൊക്കെയോ പുറത്തോ പറമ്പത്തോ മുക്കുറ്റിപ്പൂ ഉണ്ടെങ്കിൽ ഇതേപോലെ പറിച്ചിട്ട് ഉണ്ടാക്കാം. ഇത് കുറി എന്നതിലുപരി നമ്മളെ ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടെ ഉണ്ട് ഇതിന്. ആയുർവേദത്തിൽ ഏറ്റവും ഔഷധ ഗുണം കൂടുതലായിട്ട് പറയുന്നതാണ് മുക്കുറ്റി. മുക്കുറ്റി കൊണ്ട് ലേഹ്യം, എണ്ണ, പല സാധനങ്ങളും ഉണ്ടാക്കുക. അതിൽ ഏറ്റവും നല്ലതാണ് ഈ കുറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ദിവസം എവിടെയെങ്കിലും പോകുമ്പോൾ നെറ്റിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു തണുപ്പും ഒരു തലവേദന അങ്ങനെയുള്ള സംഭവങ്ങൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. തലവേദന സ്ഥിരമായിട്ട് വന്നവർക്ക് അത് എന്തായാലും കുറവുണ്ടാവും. അപ്പോൾ നമുക്കിത് നേരെ ചട്ടിയിലോട്ട് ഇത് വെള്ളം എടുത്തിടാം. വെള്ളം ഒട്ടും പാടില്ല ചട്ടിയിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടലാസ് കൊണ്ട് തുടച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം വെള്ളമായി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ മുക്കുറ്റി കഴുകി ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടും. ഉണക്കിയെടുത്തതാണിത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അത് യൂട്യൂബിലുണ്ട്. പക്ഷെ ഉണ്ടാക്കുന്ന രീതി യൂട്യൂബിലില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്.
അതിലില്ലാത്തതുകൊണ്ടാണ് ഇത് കൂടുതലും വീഡിയോ എടുക്കാൻ കാരണം. അല്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ആയി, ഇത് നമുക്ക് ഉണ്ടാക്കാന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ നമ്മൾ രണ്ടാമതും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മളെ മുൻപത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം. കണ്ടിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് കുറച്ച് ആയി വരണം എന്നാ പറയണേ വൈഫ്. അപ്പോൾ അത് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. 4:40 നമ്മളിത് ഇട്ടത്. അപ്പോൾ ടൈമൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ നല്ലോണം ആവണം, ഇത് ഒരുപാട് ടൈം ആവാനുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് കറുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അതിനിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഒന്ന് ഡാർക്കായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ല ഡാർക്കാവണ്ടേ, ഡാർക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ വരാം. ഓക്കെ. ഇപ്പോൾ ഗൈസ് ഏകദേശം കറുത്ത് വന്നിട്ടുണ്ട്. എന്നാലും ആയിട്ടില്ല. എന്നാലും കുറച്ച് നേരത്തെ വെച്ചതിനെക്കാട്ടി കുറച്ചും കൂടി ഡാർക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ആവട്ടെ, എന്നിട്ട് ഒന്നും കൂടെ വരാം. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ മുക്കുറ്റിപ്പൂ റെഡി ആയിട്ടുണ്ട്. 4:40 ഇത് നമ്മൾ ചൂടാക്കാൻ വെച്ചത്. ഇപ്പോൾ 4:47 7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി, ഇനി എന്താ ചെയ്യണ്ടേ? ഇതിന് ഔഷധ ഗുണങ്ങൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തില് നമുക്ക് നമ്മൾ മഴയത്തൊക്കെ പുറത്തു പോകുമ്പോൾ പെട്ടെന്ന് ജലദോഷവും തലവേദനയൊക്കെ വരാനുണ്ട്. അപ്പം രാവിലെ എണീച്ച് കുളിച്ച് കുളി തൊട്ടതിന് ഒരു പ്രത്യേക ഉന്മേഷവും, പിന്നെ കുളി തൊടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ തൊടുന്ന ഭാഗത്തുള്ള ഞാടികളെ ഒന്ന് ഉത്തേജിപ്പിക്കും ഇത് തൊട്ട് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇല അരച്ച് നെറ്റിക്ക് പുരട്ടി കഴിഞ്ഞാൽ മൈഗ്രെയിൻ പോലുള്ള അസുഖമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഇല അരക്കുക, എന്നിട്ട് നെറ്റിക്ക് പുരട്ടുക. അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് ഇത് ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ വൈഫ് പറയും. എന്താ ഇത് ചെയ്യുന്നത്? ഇതിന് പൊടിച്ചെടുക്കാനായിട്ട് ഉള്ളില് പൊടിക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് ആയി പോകും. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങള് ഇടിക്കുന്ന സാധനം കമഴ്ത്തി വെച്ച്, അതായത് നമ്മളെ ഇടിക്കണ ഇതില്ലേ അത് നേരെ കമഴ്ത്തി വെച്ച്. അപ്പോൾ മകളാണ് ഇത് ഇടിക്കണത്. ഇല്ല, മകളാണ് ഇടിക്ക്. അമ്മ ഇടിക്കുന്നേ? അപ്പോൾ ഇത് സ്പൂണിലോ എങ്ങനെ എടുത്തിട്ട്, സ്പൂണിൽ എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ, കൈ കൊള്ളും. എന്നിട്ട് ഇങ്ങനെ ഇതിലിട്ടിട്ട് ഇടിക്കുക. ഒരക്കണ്ണ വൈഫ് പറയുന്നത്. ഇതായോ സംഭവം ആയോ? ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പൊ അന്ന് ഒരുപാട് ടൈം എടുത്തെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളിലിട്ടാക്കുമ്പോ അതിൻ്റെ മര്യാദക്ക് സ്പേസ് കിട്ടണില്ല. അതൊക്കെ ഇന്ന് തിരിച്ചു വെച്ചത്. അപ്പൊ ഇങ്ങനെ പൊടിച്ച് അരച്ചെടുത്ത ഇത് നമ്മള് ദേശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് മാറ്റുക. ഇത് നമ്മൾ തൊടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചേർക്കണം അല്ലേ? വെളിച്ചെണ്ണ ചേർക്കണ്ടേ? അപ്പം അങ്ങനെ ചെയ്യുക. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മൾ അമ്പലത്തിലെല്ലാം പോകുമ്പോൾ വിളക്കിന്ന് എടുത്തിട്ട് തൊടണില്ലേ, അതേ പരിപാടി തന്നെ. അപ്പോൾ വിളക്കിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് പ്രത്യേകം ചേർക്കേണ്ടില്ല. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കണം. കാരണം അത്രയ്ക്ക് ഒരു ഔഷധമാണ്. അത് ഒരു വട്ടം ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്ക്. പിന്നെ കറുത്ത കുളി തൊടാൻ അമ്പലത്തിൽ പോയി തൊടണമായിരിക്കും. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ ഇത് അമ്പലത്തിൽ പോകാതെയും തൊടാം, അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ ആക്കി കാണിച്ചേക്കുന്നത്. നെറ്റിയിൽ ചന്ദനം തൊടണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതും ഇഷ്ടപ്പെടും. എങ്ങനെ ഇത് ചെയ്യാൻ, ഇത് വെറും തൊടുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഔഷധ ഗുണം കൂടെ ഉണ്ട് ഇതിന്. ഇത് ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മുന്നേ പറഞ്ഞില്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ചിരാത് ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ. ചിരാതിലിത് കുറച്ച് പൊടിയെടുത്തിട്ടിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നിന്നിപ്പം ഒരു കൊള്ളി വെച്ച് തൊടുക. തീർന്നിട്ടില്ല, കുറച്ചെടുത്തത്. അതിപ്പോഴും നമ്മളിപ്പോൾ ഒരാഴ്ചയോടെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അത്, അല്ലേ? എപ്പോ വേണമെങ്കിലും നമുക്ക് ഈ മഴയുടെ മുമ്പത്തെ സമയത്തൊക്കെ കർക്കിടകത്തിൽ ഭയങ്കര മഴയല്ലേ, ആ ടൈമിലൊക്കെ ഒരു പ്രതിരോധ ശേഷിക്ക് ഒരു മുൻകരുതലായിട്ട്, അതായത് ജലദോഷം വരുന്നത് കുറച്ച് കുറഞ്ഞു കിട്ടും. ജലദോഷവും പനി തലവേദനയൊക്കെ. ഇതുണ്ട് ചിരാത്, ഇതാണ് ചിരാത്. ഇതിലായിരുന്നു ഞാൻ ഇത്ര ദിവസം തൊട്ടുകൊണ്ടിരുന്നത്. ഞാനും വൈഫും മോളൊക്കെ തൊടാറുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചെടുത്തിട്ടേ ഉള്ളൂ. കുറച്ചെടുത്തിട്ട് തന്നെ നമുക്ക് കുറേ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിന് മുകളിലോളം കുറേ തൊടാം അല്ലേ? ഇതേപോലെ അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വളരെ നൈസായിട്ടുള്ള പൊടിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ തൊടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വേസ്റ്റ് ഉണ്ടാവും ഇത് ഒരുപാട് ഇങ്ങനെ അരിച്ചില്ലേൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അരിപ്പി എടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക. അപ്പോൾ കിട്ടുന്ന പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ആയിരിക്കും. കണ്ടോ, വളരെ നൈസായിട്ടുള്ള പൊടി കണ്ടോ, ഇതേപോലെ കിട്ടും. ഇതാ ഫൈനൽ പ്രോസസ് ആയിരിക്കുകയാണ്. ഇനി ഇതാ കാണിച്ചത് എങ്ങനെ അതിൻ്റെ യൂസ് എന്ന്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, കൂടുതലായി പോരുത് കേട്ടോ. അപ്പോൾ നല്ല നമ്മുടെ നെറ്റിക്ക് തൊട്ട് കഴിഞ്ഞാൽ കൂടുതലായാലുള്ള കുഴപ്പം, വെളിച്ചെണ്ണ ആയാലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒലിച്ചിറങ്ങും നെറ്റിന്ന്. അപ്പോൾ ഒരു പാകത്തിന് ആക്കിയിട്ട് വെളിച്ചെണ്ണയും പൊടിയൊക്കെ ഒരു പാകത്തിലാക്കുക. കണ്ട നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് തൊട്ടിട്ട് അമ്മ കാണിച്ചു കൊടുക്ക്, ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ തൊട്ട ചക്ക പോലെ ഉണ്ടാവും കുടി. അപ്പോൾ മോളെ കൈ കൊണ്ട്, ചെറിയ കൈ കൊണ്ട് തൊടാം. ഇങ്ങനെ എടുത്തിട്ട് കണ്ട ഒരു മിനിറ്റ്, അടിപൊളി